+2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന എൻക്വയറി ഒന്ന് ഈ വരാൻ പോകുന്ന സേ എക്സാം ഹാർഡാണോ മീഡിയം ആയിരിക്കുമോ അല്ലെങ്കിൽ ഈസി എക്സാം ആയിരിക്കുമോ എന്നുള്ള രീതിയിലാണ്. പല കുട്ടികളുടെയും സംശയം ഈ കഴിഞ്ഞ മാർച്ച് എക്സാമിലെ പബ്ലിക് എക്സാം അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ആ സബ്ജക്റ്റിൻ്റെ ജൂണിൽ നടക്കാൻ പോകുന്ന സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം അത്യാവശ്യം ലിബറൽ ആയിരിക്കില്ലേ, ഈസി പേപ്പർ ആയിരിക്കില്ല എന്നാണ്. അപ്പോൾ അത് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എന്താ സംഭവിച്ചത് വെച്ച് നോക്കാം. ആദ്യം തന്നെ ഞാൻ +2 എക്സാം എഴുതിയ വർഷം വെച്ച് പറയാം. ഞാൻ +2 എക്സാം എഴുതിയത് 2013 ആ വർഷം എല്ലാ സബ്ജക്റ്റും നല്ല ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ മാത്സ് നല്ല ഡിഫിക്കൽട്ടായിരുന്നു. കൂട്ടത്തോൽവി, ഐ തിങ്ക് റെക്കോർഡ് തോൽവിയായിരുന്നു മാത്സിൽ ആ വർഷം സംഭവിച്ചത്. അപ്പോൾ എല്ലാ കുട്ടികളും സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തു. ഞാൻ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനാണ് അപ്ലൈ ചെയ്തത്. എനിക്ക് A+ നഷ്ടപ്പെട്ടതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ഡിഫിക്കൽട്ടായിട്ടുള്ള കീം ലെവലിനോട് കിടപിടിക്കുന്ന ലെവലുള്ള ചോദ്യങ്ങളായിരുന്നു. കീം എന്ന് പറഞ്ഞാൽ അത്ര ലെവൽ അല്ലെങ്കിൽ പോലും ബോർഡ് എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ അന്നത്തെ കീമൊക്കെ വളരെ ടഫായിരുന്നു. ആ ലെവലുള്ള ചോദ്യങ്ങളായിരുന്നു ആ സേ എക്സാമിന് വന്നത്. മാർച്ചിൽ തോറ്റ കുട്ടികൾ ബേസിക്കലി സേ എക്സാമിന് തോറ്റു ഒരു വർഷം നഷ്ടപ്പെട്ട അവസ്ഥ ഞാൻ ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട്. ഇനി എനിക്ക് ആശ്വാസകരമായുള്ള മറ്റൊരു ഡാറ്റ, കഴിഞ്ഞ വർഷം നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാം കെമിസ്ട്രി ആയിരുന്നു. അതും റെക്കോർഡ് തോൽവി തന്നെയായിരുന്നു. ഐ തിങ്ക് 26,000 കുട്ടികളെങ്ങാനും അടുത്ത വർഷങ്ങളിലൊന്നും കെമിസ്ട്രി തോറ്റിട്ടില്ലായിരുന്നു. 26,000 കുട്ടികൾ മാർച്ചിൽ നടന്ന എക്സാം തോറ്റിരുന്നു. എന്നാൽ അതിൻ്റെ ജൂണിൽ നടന്ന സേ എക്സാം വളരെ ഈസി ക്ലീശേ പേപ്പർ. പല കുട്ടികൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റി. ആ 26,000 ഒഫീഷ്യലായ ഡാറ്റ ഇല്ലെങ്കിലും അൺഒഫീഷ്യലായി അന്വേഷിച്ചപ്പം ഓൾമോസ്റ്റ് 11,000 കുട്ടികൾ എങ്ങാനും എന്ത് ചെയ്തിട്ടുണ്ട്, ജയിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ അതായത് അവർക്ക് സേ എക്സാം വളരെ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും സംഭവിക്കാം, മഴ പെയ്യാതിരിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഏതാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന മൈൻഡ് സെറ്റിൽ പഠിക്കാം. ടെൻഷൻ ആവാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളങ്ങ് കരുതുക എന്ത്, ഈ വരാൻ പോകുന്ന ജൂൺ എക്സാം നല്ല ഡിഫിക്കൽട്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ ഉഴപ്പിയാൽ, ഞാൻ പഠിച്ചില്ലെങ്കിൽ, ഞാൻ എഫേർട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും, അല്ലെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിക്കില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പഠിക്കുക. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ അറിയോ, എക്സാം എളുപ്പമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇനി എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിലും നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആണ്. അപ്പോൾ എക്സാം ഈസി ആണെങ്കിലും ഡിഫിക്കൽട്ട് ആണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. ഇനി മറിച്ച് നിങ്ങൾ എക്സാം എളുപ്പമായിരിക്കും, വളരെ ഈസി ആയിരിക്കും എന്ന മൈൻഡ് സെറ്റിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം എളുപ്പമാണെങ്കിൽ ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, നിങ്ങൾ എക്സാം എളുപ്പത്തിൽ പോകും. എന്നാൽ അവിടെ പാറ്റേൺ മാറി പുതിയ മോഡലിലെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പിന്നെയും തോറ്റു പോവുകയോ മാർക്ക് കുറയുകയോ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസ് നഷ്ടപ്പെടുകയോ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട. സോ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം വെരി ഹാർഡായിരിക്കും, വെരി ടഫായിരിക്കും, എന്നെ വെള്ളം കുടിപ്പിക്കും, പുതിയ പാറ്റേണിൽ ചോദ്യങ്ങൾ ഉണ്ടാവുന്നുള്ള ഒരു ചെറിയൊരു പേടി നമുക്ക് നല്ലതാണ്. അത് ആലോചിച്ച് ടെൻഷൻ അടിക്കാനല്ല, നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ അത് ഉപയോഗിക്കാം. ഇനി മറ്റൊരു കാര്യം, ഇതെല്ലാം നിങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് ഞങ്ങളുടെ സേ എക്സാം ബാച്ച് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുഴുവൻ നല്ല ഡിഫിക്കൽട്ട് ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തതും വളരെ ബേസിക്കായ കാര്യം സിമ്പിളായിട്ട് പറയും, വളരെ ഷോർട്ടായിട്ടുള്ള കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാം അടങ്ങിയ ഒരു ബാച്ചാണ് എജ്യൂപോർട്ടിൻ്റെ സേ ബാച്ച് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ബാച്ച്. നിങ്ങൾക്ക് ധൈര്യമായി ജോയിൻ ചെയ്യാം. ഒരു സബ്ജക്റ്റിന് 999 മാത്രമേ ഉള്ളൂ. ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞത് തന്നെയാണ് മെയിൻ കാര്യം. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും എല്ലാ ദിവസവും വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മളുടെ ഒരു വെബ്സൈറ്റിലോട്ട് പോകും. ആ വെബ്സൈറ്റിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും നിങ്ങൾ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ടിക്ക് ചെയ്യുന്നു. നേരെ നമ്മൾ സാധാരണ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ചെയ്യുന്ന പോലെയുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേയിലോട്ട് പോകുന്നു. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ആപ്പ് അൺലോക്ക് ആവും. നിങ്ങളെ മെൻറ്റർ കണക്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റും കേട്ടോ. സോ എജ്യൂപോർട്ടിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമയം കളയാനില്ല. ഒരു മാസം തികച്ചുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങൾ ഓരോ ദിവസം വേസ്റ്റ് ആവും തോറും ആ ഒരു മാസം എന്നുള്ളത് എണ്ണത്തിൽ കുറഞ്ഞു വരാൻ പോവുകയാണ്. സോ വളരെ ഏർലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് മാർക്ക് കൂടും, ഗ്യാരണ്ടിയാണ്. ആൻഡ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിക്കും. എന്നാൽ ദിവസം കുറയും തോറും നിങ്ങളുടെ ടെൻഷൻ കൂടുകയും നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് നഷ്ടപ്പെടുകയും ചെയ്യും. ഒരു വർഷം ലാഭിക്കാനുള്ള ആ ഗോൾഡൻ ഓപ്ഷൻ നഷ്ടപ്പെടുകയും ചെയ്യും.